കേരള 19/8/2023 നടത്തിയ LGS കൂലി വർക്കർ, ഓഫീസ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2-ൻ്റെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 154/2023 ആണ്. ചോദ്യം 1. 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഏത്? ഉത്തരം ബി ആണ്, മുംബൈ ഇന്ത്യൻസ്. ചോദ്യം 2. കൊച്ചി ബാംഗ്ലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് ആര്? ചോദ്യം 2. ഉത്തരം എ ആണ്, പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ചോദ്യം 3. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏത്? ഉത്തരം സി ആണ്, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ചോദ്യം 4. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്? ഉത്തരം എ ആണ്, സമന്വയ പദ്ധതി. ചോദ്യം 5. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏത്? ഉത്തരം ഡി ആണ്, അടിയാളപ്രേതം. ചോദ്യം 6. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ് ഏത്? ചോദ്യം 6. ഉത്തരം ഡി ആണ്, ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ചോദ്യം 7. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ചോദ്യം 7. ഉത്തരം ബി ആണ്, ശ്രീ സജി ചെറിയാൻ. ചോദ്യം 8. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്? ചോദ്യം 8. ഉത്തരം ഡി ആണ്, ഫസ്റ്റ് ബെൽ. ചോദ്യം 9. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ചോദ്യം 9. ഉത്തരം സി ആണ്, EOS 04. ചോദ്യം 10. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരസ് ബിനാലെ നടന്ന വർഷം ഏത്? ചോദ്യം 10. ഉത്തരം സി ആണ്, 2012. ചോദ്യം 11. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടിസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത്? ഉത്തരം ഡി ആണ്, സിക്കിം, പശ്ചിമ ബംഗാൾ. ചോദ്യം 12. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം? ഉത്തരം സി ആണ്, മണിപ്പൂർ. ചോദ്യം 13. നാഗപ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ചോദ്യം 13. അതിൻ്റെ ഉത്തരം എ ആണ്, 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ചോദ്യം 14. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏത്? ചോദ്യം 14. ഉത്തരം ഡി ആണ്, അംബാല, അമൃത്സർ. ചോദ്യം 15. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഡി ആണ്, വയനാട്. ചോദ്യം 16. ദേശീയ ജലപാത 2 NW2-നെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ചോദ്യം 16. അതിൻ്റെ ഉത്തരം സി ആണ്, 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം 17. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ചോദ്യം 17. ഉത്തരം സി ആണ്, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ചോദ്യം 18. ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏത്? ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏത്? ഉത്തരം എ ആണ്, പീലിക്കോടാണ്. ചോദ്യം 19. ഫ്രൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ബി ആണ്, 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം 20. ഇന്ത്യ വിക്ഷേപിച്ച EOS 04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം 20. ഉത്തരം എ ആണ്, 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. അത് തെറ്റായ പ്രസ്താവനയാണ്. ചോദ്യം 21. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ചോദ്യം 21. സി ആണ് അതിൻ്റെ ഉത്തരം, ബങ്കിം ചന്ദ്ര ചാറ്റർജി.
ചോദ്യം 22. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഉത്തരം ഡി ആണ് ആന. ചോദ്യം 23. ഇന്ത്യയിൽ വിവരാവകാശ നിയമനം വന്നത് എപ്പോൾ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഉത്തരം ഡി ആണ് 2005. ചോദ്യം 24. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ചോദ്യം 24. ഉത്തരം ഡി ആണ് 42-ാം ഭേദഗതി. ചോദ്യം 25. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തതേതെല്ലാം? ചോദ്യം 25. ഉത്തരം ബി ആണ് 2ഉം 3ഉം ബന്ധമില്ല. ചോദ്യം 26. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ചോദ്യം 26. ഉത്തരം എ ആണ് ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. ചോദ്യം 27. ദേശീയ ബന്ധമില്ലാത്തത് ഏത്? ചോദ്യം 27. ഉത്തരം സി ആണ് 1947 ഇന്ത്യൻ അംഗീകരിച്ചു, അതാണ് ബന്ധമില്ലാത്തത്. ചോദ്യം 28. ഇന്ത്യൻ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ചോദ്യം 28. ഉത്തരം എ ആണ് 1950 ജനുവരി 24. ചോദ്യം 29. ഇന്ത്യൻ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? 29. സി ആണ് അതിൻ്റെ ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ചോദ്യം 30. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഉത്തരം ബി ആണ് ന്യൂഡൽഹി. ചോദ്യം 30. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? ചോദ്യം 31. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം എ ആണ് പണ്ഡിറ്റ് കറുപ്പൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? ഉത്തരം സി ആണ് വാഗ്ഫട. ചോദ്യം 32. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ഉത്തരം സി ആണ് രാമനമ്പി. രാമനമ്പിയാണ് അതിൻ്റെ ഉത്തരം. ചോദ്യം കുമാരഗുരുദേവൻ ആരംഭിച്ച ഏത്? കുമാരഗുരുദേവൻ ആരംഭിച്ച ഉത്തരം ഡി ആണ് പ്രത്യക്ഷ കീഴമ്പു കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആര്? ചോദ്യം 34. എ ആണ് ഡോക്ടർ കെ ബി മേനോൻ. ചോദ്യം 35. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ഏത്? ചോദ്യം 35. ഉത്തരം ബി ആണ് പ്രാചീന മലയാളം. ചോദ്യം 36. കുണ്ടക വിളംബരം നടത്തിയ വർഷം ഏത്? ഉത്തരം ബി ആണ് 1809. കുണ്ടക വിളംബരം നടത്തിയ വർഷം. ചോദ്യം 37. കല്ലുമാല ഉത്തരം സി അയ്യങ്കാളി. ചോദ്യം 38. ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി പ്രകാരമായിരുന്നു? ഉത്തരം ഡി ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ചോദ്യം 39. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ചോദ്യം 39. ഉത്തരം ബി ആണ് മന്നത്ത്. ചോദ്യം 40. നാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം ഡി ആണ് ആലുവ. ചോദ്യം 41. 1857 വിപ്ലവം നയിച്ചത് ആര്? ഉത്തരം ഡി ആണ് നാനാ സാഹിബ്. ചോദ്യം 40. ബാബു കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏത്? ചോദ്യം 42. ഉത്തരം ബി കമ്മിറ്റി. ചോദ്യം 43. കോൺഗ്രസിൻ്റെ ലക്ഷ്യം ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? ചോദ്യം 43. ഉത്തരം ഡി ആണ് ലാഹോർ സമ്മേളനം. ചോദ്യം 44. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? ഉത്തരം ബി ആണ് ഭാവ. ചോദ്യം 45. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് കമ്മീഷൻ ഏത്? ചോദ്യം 45. ബി ആണ് ഫസൽ അലി കമ്മീഷൻ. ചോദ്യം 46. ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏത്? ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഉത്തരം സി ആണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം. ചോദ്യം 47. എനിക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്? ചോദ്യം 47. ഉത്തരം ഡി ആണ് ചോദ്യം 48. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് സഹായിച്ച മലയാളി ആര്? ഉത്തരം ഡി ആണ് വി. 19. 1946 നാവിക കലാപം
സ്ഥലം ഏത്? 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. ഉത്തരം ബോംബെ. ചോദ്യം 50. തൂക്കിലേറ്റിയ വർഷം ഏത്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഡി ആണ് അതിൻ്റെ ഉത്തരം. 1931. ചോദ്യം 51. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം എ ആണ്, കാവേരി നദി. ചോദ്യം 52. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ചോദ്യം 52. ഉത്തരം ബി ആണ്. ചോദ്യം 53. കേരളത്തിൽ ആചരിക്കുന്നത് എന്ന്? കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് എ ആണ്, ഒക്ടോബർ. ചോദ്യം 54. ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. സി ആണ് അതിൻ്റെ ഉത്തരം, ശ്രീ വി. താഴെ ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? ചോദ്യം 55. ഉത്തരം ബി ആണ്, കൊല്ലം. താഴെ ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? ഉത്തരം കൊല്ലം. ചോദ്യം 56. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. 56. ഉത്തരം സി ആണ്, മൂലമറ്റം. ചോദ്യം 57. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ചോദ്യം 57. ഉത്തരം ഡി ആണ്, കേരളം. ചോദ്യം 58. പശ്ചിമ ഏറ്റവും വലിയ ചുരം ഏത്? ചോദ്യം 58. ഉത്തരം സി ആണ്, ചുരം. ചോദ്യം 59. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? ചോദ്യം 59. ഉത്തരം ഡി ആണ്, എറണാകുളം. കേരളത്തിലെ തടാകം ഏത്? കേരളത്തിലെ ശുദ്ധജല തടാകം എ ആണ്, ശാസ്ത്ര തടാകം. ചോദ്യം 1. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും പ്രധാന പോഷകം ഏത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷകം. ചോദ്യം 61. ഉത്തരം ബി ആണ്, പ്രോട്ടീനാണ്. ചോദ്യം 62. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഉത്തരം ഡി ആണ്, ആഗ്നേയ ഗ്രന്ഥി. ഉത്തരം ഡി ആണ്, കരൾ. ചോദ്യം 63. വിറ്റാമിൻ ഡിയുടെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ് ഡാഷ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന. എ ആണ് അതിൻ്റെ ഉത്തരം, കണ. 64. കാരണമായ രോഗാണു ഏത്? 64. ഉത്തരം സി ആണ്, മലമ്പനിക്ക് കാരണമായ രോഗാണു. ചോദ്യം 64. ഉത്തരം. ചോദ്യം 65. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ ഏത്? 65. ഉത്തരം ഡി ആണ്, താലോലം. 66. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചോദ്യം 66. ഉത്തരം ഡി ആണ്, തെങ്ങ്. 67. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും? ചോദ്യം 67. ഉത്തരം ബി ആണ്, ഹരിത സസ്യം. 68. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എ ആണ്, കാസർഗോഡാണ്. ചോദ്യം 69. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഡാഷ്. ചോദ്യം 69. ഉത്തരം സി ആണ്, എന്നാണ് അവരറിയപ്പെടുന്നത്. ചോദ്യം 70. എന്നിവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ചോദ്യം 70. ഉത്തരം ഡി ആണ്, അന്നപൂർണ. ചോദ്യം 71. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ചോദ്യം 71. സി ആണ് അതിൻ്റെ ഉത്തരം, ജോൺ. ചോദ്യം 72. ഇരുമ്പിൻ്റെ അയിര് ഏത്? ചോദ്യം 72. ഉത്തരം എ ആണ്, ഹെമറ്റൈറ്റ്. ചോദ്യം 73. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ്, അലുമിനിയം. ചോദ്യം 74. കാരണമല്ലാത്ത വാതകം ഏത്? ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ചോദ്യം 74. ഉത്തരം ഡി ആണ്, കാർബൺ മോണോക്സൈഡ്. ചോദ്യം 75. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏത്? ചോദ്യം 75. ഉത്തരം എ ആണ്, ടെലൂറിയം. ചോദ്യം
ചോദ്യം 76. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏത്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം. ഉത്തരം എ ആണ്, ഒറിയോൺ. 77. കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏത്? ചോദ്യം 77. ഉത്തരം സി ആണ്, സംവഹനം. ചോദ്യം 78. ഒന്നാം വർഗ ഉദാഹരണം. ചോദ്യം 78. ഉത്തരം ഡി ആണ്, കത്രിയ. ചോദ്യം 79. പ്രകീർണനത്തിന് കാരണം ഏത്? പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം. ഉത്തരം ബി ആണ്, അപവർത്തനം. ഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ഡി ആണ്, കമ്പ. ചോദ്യം 81. -1/2 + 1/2 = ഡാഷ്. ചോദ്യം 81. ഉത്തരം ബി ആണ്, -12. 82. താഴെ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗം? ചോദ്യം 82. ഉത്തരം ഡി ആണ്, 4/9. ചോദ്യം 83. ഒറ്റയാനെ കണ്ടെത്തുക. ചോദ്യം ഉത്തരം ഡി ആണ്, 27. ചോദ്യം 84. അടുത്ത പദം എഴുതുക. 1 1 2 3 5. ചോദ്യം 85. ഉത്തരം 84. ഉത്തരം ബി ആണ്, 8. ചോദ്യം 85. ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ TV 13,500 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? ചോദ്യം 85. ഉത്തരം ബി ആണ്, 11%. ചോദ്യം 86. സമചതുരായ ഒരു സ്ഥലത്തിന് 1296 ചതുരശ്ര മീറ്റർ പരപ്പാണുള്ളത്. അതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? 86. ഉത്തരം സി ആണ്, 36. ചോദ്യം 80. നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. തീവണ്ടിയുടെ ശരാശരി വേഗം മണിക്കൂറിൽ എത്ര? ചോദ്യം 87. ഉത്തരം ബി ആണ്, 120 കിലോമീറ്റർ. ചോദ്യം 88. 1/4 ലിറ്റർ പാൽ 3/4 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര? ചോദ്യം 88. അതിൻ്റെ ഉത്തരം എ ആണ്, 11 കുപ്പി. ചോദ്യം 89. 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം അരി കിട്ടും? ചോദ്യം 89. ഉത്തരം ബി ആണ്, 5 കിലോ. ചോദ്യം ഉത്തരം ബി ആണ്, 1.35 കിലോഗ്രാം വീതം. ചോദ്യം 90. 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? ഉത്തരം സി ആണ്, 10. 27:3 ആണെങ്കിൽ 512 ഡാഷ്. ചോദ്യം 91. എ ആണ്, 8 ആയിരിക്കും. 92. അലമാര വാങ്ങിയപ്പോൾ 6% വിലക്കിഴിവ് കിട്ടി. 780 കുറഞ്ഞത്. എത്ര രൂപയാണ് റഷ്യ കൊടുത്തത്? ചോദ്യം 92. എ ആണ് അതിൻ്റെ ഉത്തരം, 12,220 രൂപ. ഒരു കാറിൻ്റെ ശരാശരി വേഗത 84 കിലോമീറ്റർ പെർ മണിക്കൂർ ആണെങ്കിൽ 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? ചോദ്യം 91. സി ആണ് ഇതിൻ്റെ ഉത്തരം, 1400 മീറ്റർ. ചോദ്യം 94. സ്ക്വയർ റൂട്ട് ഓഫ് 1764 = ഡാഷ്. ചോദ്യം 94. ഉത്തരം ഡി ആണ്, 40. ചോദ്യം 95. 3/5 + 1/3 + 1/10 എത്ര? ഉത്തരം ബി ആണ്, 1. ചോദ്യം 96. ഒരു ക്ലാസ് 22 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സ് എത്ര? ഉത്തരം സി ആണ്, 54. ചോദ്യം 97. 4, 12, 20 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ചോദ്യം 97. ഉത്തരം എ ആണ്, 60. ചോദ്യം 98. ആരോഹണ ക്രമത്തിൽ എഴുതുക. ചോദ്യം 98. ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 99. മീര ഒരു വരിയിൽ നിന്നും 16-മതും പിന്നിൽ നിന്നും ആണ് എങ്കിൽ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്ര? ചോദ്യം എ ആണ്, 25. ചോദ്യം 100. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. 3 പേരുടെയും വയസ്സിൻ്റെ തുക 24 ആണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് എത്ര? ഉത്തരം സി ആണ്, 8. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.